ഞാൻ കയറി വന്നപ്പോ ഞാൻ ആദ്യം ട്രെൻഡ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് ഒരു എഞ്ചിനീയർ ചോയ്സ് ആയിട്ടോ അതൊക്കെ. ഇത് വാങ്ങുന്നവരും ഈ വീട്ടുകാരൊന്നും അറിയുന്നില്ല. ഇതിന്റെ ഗവൺമെന്റ് ഒരു അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു നനയ്ക്കണ്ട. അതെ, വെള്ളത്തിന്റെ ആവശ്യമുള്ള ഒരു സെറ്റാണ്. പക്ഷെ സിമെന്റിന് നമുക്ക് വെള്ളം വേണം, അതാണ് മെയിൻ. അപ്പൊ അതിന് സിമെന്റ് ചേർക്കരുത് പറഞ്ഞിട്ട് കാരണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെയാണ്. വിവിധ സൈസുകളിലുള്ള ടൈൽസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ മുമ്പും ടൈൽസിനെ പറ്റിയിട്ടുള്ള ചില വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ടൈൽസിന്റെ ഡിസൈൻസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് വീഡിയോയിൽ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ പുതിയതായിട്ട് വന്ന ടൈൽസുകളും അവയുടെ പ്രത്യേകതകളുമാണ്. പിന്നെ ഞങ്ങൾ ടൈൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ എന്താ ഇപ്പോഴത്തെ ടൈലിന്റെ ഡിമാൻഡ്? സൈസ് ഒക്കെ 4x2 അല്ലേ മെയിനായിട്ട്? ഇപ്പൊ നോർമലി ബാത്റൂം കളക്ഷൻ ഒക്കെ 4x2 പോയി. പിന്നെ ഫ്ലോറിലേക്കുള്ളത് 4x2 മുതൽ 6x4 വരെയുള്ള ടൈൽസിന്റെ ഒരു കൺസെപ്റ്റ് ആയി മാറി. ചെറിയ ടൈലൊക്കെ മാറി. ചെറിയ സൈസ് ഒന്നും ഇല്ല. 2x2 ഒന്നും കിട്ടാല്ല. 2x2 ഉള്ള കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഐവറിയിൽ വരുന്നല്ലേ, ഐവറി ഷെയ്ഡിലൊക്കെ. വീടുകൾക്കൊന്നും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ മാറിപ്പോയി. പിന്നെ മാറിപ്പോയ വെച്ചാൽ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒക്കെ വെട്രിഫൈഡ് ബോഡിയിൽ വരുന്നതാണ്. വെള്ളം കുടിക്കൂല, ഗ്യാരണ്ടിയാണ്. സെറാമിക് ഇല്ല, വെട്രിഫൈഡ് ബോഡിയാണ്. നമ്മള് ഗമ്മിലാണ് യൂസ് ചെയ്യുക. ഗമ്മിൽ ഒട്ടിക്കുക, സ്പേസ് വെച്ച് അപ്പോക്സിറ്റ് ഗമ്മിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ലീക്കോ കാര്യങ്ങളും പരമാവധി കുറയ്ക്കാം. ഗമ്മിലാണ് ലേ ചെയ്യുക. ഏതാ അതിന്റെ ഒരു ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കെറാമിക്ക എന്ന ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം പ്രീമിയം ക്വാളിറ്റി, ഒക്കെ പ്രീമിയം ക്വാളിറ്റി. ഫസ്റ്റ് മോഡൽ തന്നെ പ്രീമിയം ഫസ്റ്റ് ക്ലാസ്. അത് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കൊമേഴ്സിലൊന്നും ഇല്ല. ബ്രാൻഡിൽ വരുമ്പോൾ നമുക്ക് കണ്ടന്റ് ഇറങ്ങിയത് പിന്നെ ലെംസോൺ എന്ന ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ സ്പെഷ്യൽ കളേഴ്സ്. ലെംസോൺ എന്ന ബ്രാൻഡിൽ, പിന്നെ ഗപ്റ്റിക്ക എന്ന ബ്രാൻഡിലുള്ള സാധനങ്ങള്. ഇതിന്റെ ഫ്ലോർ തന്നെ ഇതന്നെ വാള്, അതിന്റെ മാറ്റ് ഫിനിഷ് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടാവും. ഓവർ ഗ്രിപ്പ് ആകുമ്പോൾ അത് ചളി പിടിക്കുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഈ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ കളേഴ്സ് വരുമ്പോൾ പ്രൈസിൽ വ്യത്യാസം വരില്ലേ? ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതായത് ഈ ലൈറ്റ് കളർ ഡിസൈനിലേക്കാട്ട് ചെറിയൊരു മാറ്റം. 38 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് പറയാം. 38 മുതൽ സ്പെഷ്യൽ കളേഴ്സ്. ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ്? നമ്മൾ 40 രൂപ റേഞ്ചിലൊക്കെ ചെയ്യാം. ഇത് വെട്രിഫൈഡ് അല്ല, ഫുൾ ബോഡി വെട്രിഫൈഡ് അല്ല, ഫുൾ ബോഡി ആണ്. ഫുൾ ബോഡി ആവുമ്പോൾ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് വരും. ഇതൊക്കെ ആ റേഞ്ചിൽ വരും. ഇതൊക്കെ ഈ റേഞ്ച് 40 മുതൽ 38 മുതൽ 42 വരെയുള്ള ആണല്ലേ പ്ലെയിൻ കളേഴ്സിലായിരുന്നു. അതിന്റെ മാറ്റും ഉണ്ടാവുമല്ലോ. മാറ്റും അതിന്റെ ഗ്ലോസി. എഡീക്ക എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു ഐറ്റമാണ് എഡീക്ക. ട്രെയിനേറ്റ് എഡീക്ക എന്ന മെറ്റീരിയൽ വരുന്നത് ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ സൈസ് ഇത് സൈസ് 160-80 എന്ന സൈസ്. 160-80 പറയുള്ളൂ സൈസ്. അതിൽ മില്ലേൻ എന്ന ബ്രാൻഡിൽ വരുന്ന സാധനങ്ങളൊക്കെ ഫ്ലോറിൽ വരുന്നതാണ്. വാളും ചെയ്യലുണ്ട്. ഫ്ലോർ ചെയ്യണം സൈസ് കൂടുമ്പോ അല്ലെ. പിന്നെ അതുകൊണ്ട് 2x2 തന്നെ ഇല്ല നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ അതിന്റെ ഡിമാൻഡ് മാറി അല്ലേ? അങ്ങനെ അധികം കാണാത്ത പഴയ ട്രെൻഡിന് പുതിയൊരു ചെറിയ ഷീറ്റിന്ന് 12-8, 2-1 ഒക്കെ വരുന്ന ഷീറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഷീറ്റിന്ന് ആ സ്ക്വയർ ടൈപ്പ് പഴയ ഡിസൈനിൽ അതിന് പുതിയൊരു വലിയ ഇത് ഞാൻ കണ്ടത്. ഞാൻ കയറി വന്നപ്പോ ഞാൻ ആദ്യം ട്രെൻഡ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. സ്പെഷ്യൽ കളേഴ്സ് നമ്മളൊരു ബാത്റൂം കൺസെപ്റ്റിൽ ഇങ്ങനെ വെക്കുമ്പോ പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു കൺസെപ്റ്റില് ഡാർക്ക്, അതിന്റെ ഫ്ലോർ, ബാക്കി ലൈറ്റ് അങ്ങനെയും ചെയ്യാം. നമ്മളിങ്ങനെ ഡിസ്പ്ലേ വെച്ചാൽ ഏത് ടൈപ്പിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിനെ വൈറ്റ് വൈറ്റ് കോമ്പിനേഷൻ ആക്കാം. ഇത് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് ഒരു എഞ്ചിനീയർ ചോയ്സ് ആയിട്ടോ. അതൊക്കെ ഇതിപ്പോ നമ്മളൊരു ചോയ്സ് ആണ് വരുന്ന ഒരു ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷൻ ഒക്കെ ഗ്ലോസി ഫിനിഷിൽ വരുന്നതാണ്. അതിന്റെ തന്നെ അതേ മെറ്റീരിയൽ തന്നെ അതിന്റെ സെമി മാറ്റ് അല്ലേ? ഇതാണ് ഇത് നമ്മളെ പഴയ ട്രഡീഷണൽ ലുക്ക് നിങ്ങളുടെ വലിയൊരു എൻക്വയറി ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും ഈ പ്ലെയിൻ കളേഴ്സ് പറഞ്ഞ പോലെ ആ ഒരു ഇതാണ് പഴയ നമ്മുടെ വലിയൊരു എൻക്വയറി. അങ്ങനത്തെ ഒരു വോളിയം കച്ചവടം ഒന്നും ഇല്ല. ഒരു മീഡിയം. ഇത് റേറ്റ് സെയിം റേറ്റ് കുറച്ച് കൂടും. പ്രിന്റ് റേറ്റിനും ഈ ഡാർക്ക് ഷെയ്ഡിനും കുറച്ച് റേറ്റ് കൂടും. 55 റുപ്യ റേഞ്ചിലൊക്കെ വരുന്ന സാധനമാണ്. പോവാൻ ചാൻസും കാണില്ല. ഒക്കെ ഇങ്ങനെ പുതിയ മോഡൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഇത് പെട്ടെന്ന് ഔട്ടായി പോകും. പക്ഷെ ഈ പ്ലെയിൻ കളേഴ്സിൽ അങ്ങനെ കിടക്കും, കാലാകാലം ഉണ്ടാവും. അതിന്റെ ഇതാണല്ലേ ആ ഒരു പ്രിന്റ്.
പിന്നെ അതിന്റെ അപ്പോക്സി ഗമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഉണ്ട് അല്ലേ? ഇതാണ് നമ്മള് ബാത്റൂമിന്റെ പിന്നെ വാളൊട്ടിക്കാനും വാളൊട്ടിക്കാനൊക്കെ വാൾ സെഗ്മെന്റ് 4 സെഗ്മെന്റ് വേറെ ഉണ്ട്. PG 150 ഫ്ലോറിൽ ഒട്ടിക്കാനുള്ളത്. അത് കമ്പനി സിമെന്റ് മിക്സ് ചെയ്യാൻ പറയുന്നില്ലല്ലോ. ഇല്ല, സിമെന്റ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ പണിക്കാരൊക്കെ സിമെന്റ് മിക്സ് ചെയ്താൽ തന്നെ സിമെന്റ് സെറ്റ് ആവാൻ ക്യൂറിംഗ് വേണം, വെള്ളം വേണം. പക്ഷേ ഇതിന് വെള്ളത്തിലെല്ലാം ഈ പറയുന്ന കവറേജ് കിട്ടുമോ? 1.5 സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടും. 1 കിലോ കൊണ്ട് 1.5 സ്ക്വയർ. അത് ഒരു 20 കിലോന്റെ ബാഗ് കൊണ്ട് 20 സ്ക്വയർ ഫീറ്റ് മുതൽ 30 സ്ക്വയർ ഫീറ്റ് വരെ കവർ കിട്ടും. അവർക്ക് ഈ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി സുഖമായിട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പോഴത്തെ ഒരു ബാത്റൂമിന്റെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞാൽ ബാത്റൂം തേപ്പും കാര്യങ്ങളും കറക്റ്റ് ആയാലും ഈ കവറേജ് കിട്ടുള്ളൂ. ഇനി അതല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിന്റെ ഗമ്മിന്റെ അളവ് കൂടും. അതെ, ഗമ്മുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ അവര് ലൂസ് ആകാൻ വേണ്ടിട്ട് വീണ്ടും സിമെന്റ് മിക്സ് ചെയ്ത് അതിന്റെ ഗ്രേഡ് നഷ്ടപ്പെടും. പക്ഷെ മിക്ക കേസുകളും ചെയ്യുന്നുണ്ട്, അറിയാതെ. കമ്പനി ഗ്യാരണ്ടി ഇല്ല. കമ്പനി ഗ്യാരണ്ടി ഇല്ല. അത് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. വാങ്ങുന്നവരും വീട്ടുകാരൊന്നും അറിയുന്നില്ല. ഇതിന്റെ ഗമ്മിന്റെ ഒരു അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നനയ്ക്കണ്ട. അതെ, വെള്ളത്തിന്റെ ആവശ്യമില്ലാതെ സെറ്റ് ആവാം. പക്ഷെ സിമെന്റിന് നമുക്ക് വെള്ളം വേണം, അതാണ് മെയിൻ. അപ്പൊ അതിന് സിമെന്റ് ചേർക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം ചേർക്കാൻ പാടില്ല. തന്നെ 2-3 ടൈപ്പ് വരുന്നുണ്ട്. ഇത് സാധാ എംസാൻഡ് ഉപയോഗിച്ച് വരുന്നുണ്ട്, പോളിമർ എംസാൻഡ് ഉപയോഗിച്ച് വരുന്നുണ്ട്, പിന്നെ സാധാ പുഴമണൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്രഫിക്സ് എന്ന കമ്പനിയൊക്കെ പുഴമണൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ഫിക്സ് ആവും, സാധനം നല്ല ഗ്രേഡ് കൂടിയ വരുന്നത്. അത് എത്ര കിലോ? 20 കിലോ. എത്ര? 400 മുതൽ 450. ഒരുപാട് കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എൻക്വയറി വരും. അപ്പൊ എവിടെയാന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തു, എവിടെയാ എന്താന്നുള്ളത്. നമസ്കാരം. നമ്മുടെ ഷോപ്പ് വണ്ടൂർ നമ്മൾ പാണ്ടിക്കാട് റോഡിന് പെരുന്തമണ്ണ റോഡിന് തെറ്റിയാറുന്ന ജംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു വേൾഡ് കപ്പിന്റെ ലോഗോ എക്സൈസ് ഓഫീസ്, അതിന് നേരെ ഓപ്പോസിറ്റ് ന്യൂ ഹോം ടൈൽസ് ആൻഡ് സാനിറ്ററി വണ്ടൂർ.